ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അറബിക് ഡിഷായ ബസ്ബൂസയാണ്. ബസ്ബൂസ വിത്ത് സേമിയ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ സേമിയ ഉപയോഗിച്ചിട്ട് ഒരു ടോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് തേങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ട്രേയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് നേരമാണ് ഞാൻ ബേക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ കട്ടി കുറഞ്ഞ സേമിയയാണ് എടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയെടുക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് നമ്മുടെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്ബൂസയുടെ മുകളിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പരത്തി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കുക. അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
ഇത് ഞാനിവിടെ 10 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പം നമ്മുടെ ബസ്ബൂസ വെർമിസെല്ലി ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല സ്വീറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം.